നമസ്കാരം. ബീഹാർ ബാറ്റിലിൽ എൻഡിഎയുടെ കുതിപ്പാണ് ദൃശ്യമായത്. ലീഡിൽ വൻ ഭൂരിപക്ഷമാണ് എൻഡിഎ നേടിയത്. എൻഡിഎ കുതിക്കുമ്പോൾ കോൺഗ്രസ് തകർന്നടിയുന്ന കാഴ്ചയാണ് കാണുന്നത്. ബീഹാറിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബിജെപി മാറുന്നു. ആർജെഡിയുടെ കരുത്തിലാണ് മഹാസഖ്യം പിടിച്ചു നിൽക്കുന്നത്. വിജയം ആഘോഷിക്കാനുള്ള വൻ ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ബിജെപിക്ക്. ഇപ്പോൾ ഐശ്വര്യ അനിൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഐശ്വര്യ, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ബീഹാർ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ, അങ്ങനെ വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളും ഒക്കെ ആയിരുന്നു ഈ എൻഡിഎയുടെ ഭാഗത്തു നിന്നും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിരുന്നത്. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു ഇരു മുന്നണികളും എന്ന് തന്നെ വേണം പറയേണ്ടിയിരിക്കുന്നത്. പക്ഷേ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിച്ചതിനേക്കാൾ ഒരുപടി മുന്നിലേക്ക് എൻഡിഎക്ക് സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പുതുതായി വരുന്ന ലീഡ് നില അതെങ്ങനെയാണ്? ആവണി, തീർച്ചയായും. അതായത് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ഒരുപക്ഷെ എക്സിറ്റ് പോളുകളൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ്. പക്ഷെ അതിനെയൊക്കെ മറികടന്നുകൊണ്ടൊരു വലിയ ലീഡ് നിലയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. എൻഡിഎ സഖ്യത്തിന് 197 ഇടങ്ങളിൽ ലീഡ് ചെയ്യാനാകുന്നു എന്നുള്ളത് കൃത്യമായ ചിത്രമാണ്. ബീഹാർ ജനത എൻഡിഎക്കൊപ്പം നിൽക്കുന്നു എന്നുള്ള വ്യക്തമായ ചിത്രം അതാണ്. 197 സീറ്റുകളിലെ ലീഡ്. ഒപ്പം അവിടെ നമ്മൾ ഇന്ത്യ സഖ്യത്തിന് മഹാസഖ്യത്തിന്റെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 40ലേക്ക് ചുരുങ്ങിയിരിക്കുന്നു എന്നുകൂടി നമ്മൾ പറഞ്ഞു വെക്കണം. 40ലേക്ക് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർജെഡിക്ക് ലഭിച്ചിരിക്കുന്ന സീറ്റുകൾ 31 31 നേരത്തെ കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ, അതായത് ഒറ്റയ്ക്ക് നിന്നാൽ പോലും ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ ഒരു പാർട്ടിയായിരുന്ന ആർജെഡി കൂപ്പുകുത്തിയിരിക്കുന്നു. 31 സീറ്റുകളിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു. കോൺഗ്രസ് ഒറ്റയക്കത്തിലേക്ക് ഒതുങ്ങിയതും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. 4 സീറ്റുകൾ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. ഒപ്പം വികാസീൽ ഇൻസാൻ പാർട്ടി വലിയ തോതിൽ ചലനമുണ്ടാക്കിയാൽ ആർജെഡിക്ക് ഗുണം ചെയ്യുമായിരുന്നു. പക്ഷേ അവർ 0 സീറ്റുകൾ മാത്രം, അതായത് എവിടെയും ലീഡ് ചെയ്യാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ കൃത്യമായി എൻഡിഎയുടെ ഒരു തേരോട്ടം അത് ബീഹാറിൽ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത ഒരു പോയിന്റിൽ ഒരുപക്ഷെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി JDU നിന്നിരുന്നു എങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ മാറിമറിയുന്നു. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJP മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബീഹാർ മുഖ്യമന്ത്രി ആരാകും എന്ന ചോദ്യത്തിന് നേരത്തെ നമുക്ക് വളരെ ഈസിയായി നിതീഷ് എന്ന് തന്നെ മറുപടി പറയാമായിരുന്നെങ്കിൽ ഇനിയൊരു ചോദ്യം കൂടിയുണ്ട്. അങ്ങനെ ഒരു ക്ലോസ് വയ്ക്കാൻ BJPക്ക് ആകുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വരുന്ന മണിക്കൂറിൽ നമുക്ക് വ്യക്തമാകും. 89 സീറ്റുകളാണ് BJP ലീഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നിലവിലെ കണക്ക് പ്രകാരം ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJP നിൽക്കുന്നുണ്ട്. 79 JDU നിൽക്കുന്നുണ്ട്. അതായത് നിതീഷിന്റെ തേരോട്ടം ഒട്ടും കുറവല്ല എന്നുകൂടി പറഞ്ഞു വെക്കണം. കഴിഞ്ഞ 20 വർഷമായി ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി നിലനിൽക്കുന്നത് നിതീഷ് എന്തുകൊണ്ടാണ് എന്നതിന്റെ മറുപടിയാണ്. പല തരത്തിലുള്ള ആരോപണങ്ങൾ RJDയും ഇന്ത്യ സഖ്യവും ഒക്കെ മുന്നോട്ട് വച്ചിട്ടും അതെല്ലാം തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ചയാണ് നിതീഷിന്റെ. ഒരുപക്ഷെ നിതീഷ് കഴിഞ്ഞ 20 വർഷം ചെയ്തു കൂട്ടിയ സംസ്ഥാനത്ത് വരുത്തിയ മാറ്റങ്ങൾക്കെല്ലാം അതിനൊപ്പമാണ് ബീഹാർ ജനത എന്ന് പറയുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ആ രീതിയിലുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരുപക്ഷെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ അല്ലെങ്കിൽ വോട്ടെണ്ണൽ ഫലം വരുന്ന മണിക്കൂർ തുടക്കത്തിൽ നമ്മൾ ചർച്ച ചെയ്താണ് എന്തായിരിക്കും ഇവിടെ കൂടുതലായി ചർച്ചയായത്. ഒരുപക്ഷെ ഈ വോട്ട് ചോരി അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയായില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഒരു വിഷയങ്ങളും ചർച്ചയാകാത്തതുകൊണ്ട് മാത്രമല്ല, സ്ത്രീകൾ തുനിഞ്ഞിറങ്ങി വോട്ട് ചെയ്തു എന്നുള്ള കണക്ക് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പുറത്തുവിട്ടിരുന്നു. അത് സ്വാഭാവികമായും കഴിഞ്ഞ നാളുകൾ 10,000 രൂപ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് തന്നെ 10,000 രൂപ നൽകിക്കൊണ്ടൊക്കെ ഇത്തരത്തിൽ നിതീഷ് സർക്കാർ പദ്ധതി നടപ്പിലാക്കുന്ന ഒരു സാഹചര്യം സ്ത്രീകൾക്ക്, അതായത് 1 കോടിയിലധികം വരുന്ന സ്ത്രീകൾക്ക് ഈ രീതിയിലുള്ള ഒരു പണം അനുവദിക്കുന്ന ഒരു പദ്ധതിയൊക്കെ കൊണ്ടുവരുന്ന സാഹചര്യമുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്ന് വേണം ഈ ഘട്ടത്തിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ. ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു ഇരു വിഭാഗത്തിന്റെയും ഈ പ്രചരണം എന്ന് തന്നെ പറയാം. പക്ഷേ കൂടുതലായി ഈ എൻഡിഎ സഖ്യം കൂടുതലായി മുന്നിലേക്ക് പോയത്, അല്ലെങ്കിൽ നിതീഷ് കുമാർ കൂടുതലായി മുന്നിലേക്ക് പോയത് ജനങ്ങളുടെ ഒരു ക്ഷേമം അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളായിരുന്നു. എന്നാൽ അവിടെയാണോ ഈ പ്രതിപക്ഷത്തിന് അടിപറ്റിയത്? കാരണം അവർ ഒരു വോട്ട് ചോരിയിലേക്ക് മാത്രമായി കാര്യങ്ങൾ ഒതുക്കുന്ന ഒരു സാഹചര്യമാണോ? അവിടെയാണോ ഈ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ കോൺഗ്രസിന് ഒരു തിരിച്ചടിയായതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു? തീർച്ചയായും അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തുന്നത്. കാരണം വോട്ട് ചോരി ആരോപണത്തിലേക്ക് മാത്രം ഈ ഇന്ത്യ മുന്നണിയുടെ മഹാസഖ്യത്തിന്റെ പ്രചരണം ചെന്നെത്തി നിൽക്കുന്ന ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെയൊക്കെയും
JDU ഉയർത്തിപ്പിടിച്ചത്, NDA ഉയർത്തിപ്പിടിച്ചത് അവരുടെ ബീഹാറിൽ കഴിഞ്ഞ നാളുകളിൽ നിതീഷ് സർക്കാർ ചെയ്തു കൂട്ടിയ. ഐശ്വര്യയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ BJP നേതാവായ അഡ്വക്കേറ്റ് ജയസൂര്യൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജയസൂര്യൻ, നോക്കൂ, അതായത് വലിയ രീതിയിൽ പ്രചരണങ്ങൾ നടന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഈ ബീഹാർ തെരഞ്ഞെടുപ്പ്. അത് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ നിർണായകമായിരുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ അടിതെറ്റി വീണു കോൺഗ്രസ് എന്ന് തന്നെ ഇവിടെ പറയേണ്ടിയിരിക്കുന്നു. എവിടെയാണ് കോൺഗ്രസിന് തെറ്റിയത്? എന്നാൽ ഒരു നിതീഷിന്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണോ ഈ ബീഹാർ ജനത വീണ്ടും ആഗ്രഹിച്ചിരുന്നത്? അത് അക്കാര്യം ഇതിൽ വ്യക്തമായിട്ടുണ്ട്. നിതീഷിന്റെ തിരിച്ചുവരവ് തന്നെയാണ് ബീഹാർ ജനത ആഗ്രഹിച്ചിരുന്നത് എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ ഈ കോൺഗ്രസിന് എന്താണ് ഇവിടേക്ക് പിടിച്ചു കയറാൻ പറ്റാത്ത ഒരു സാഹചര്യമായത്? മാത്രമല്ല, BJPക്ക് ഇനിയും ഒരു അധികാര തുടർച്ച വരുമ്പോൾ അത് എങ്ങനെയൊക്കെയാകും ഇനി മുന്നോട്ട് പോവുക? കോൺഗ്രസ് ഈ രാജ്യത്തെ പഠിപ്പിച്ച ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ജാതി മത പ്രീണനത്തിന്റെ രാഷ്ട്രീയം മാത്രമാണ്. ജാതി മത സംവിധാനങ്ങളെ വോട്ട് ബാങ്കാക്കി മാറ്റുകയും അവരെ അധികാരത്തിലേക്കുള്ള ചവിട്ടുപതികളായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാരമ്പര്യവും രാഷ്ട്രീയ ശൈലിയുമാണ് ഇന്ത്യ മഹാരാജ്യത്തെ കോൺഗ്രസ് പഠിപ്പിച്ചത്. പക്ഷെ അത് വൻ പരാജയമാണെന്ന് അനുഭവസ്ഥർക്ക് മനസ്സിലായി. ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ ജാതികൾക്കും മതങ്ങൾക്കും ഒന്നും കിട്ടിയിട്ടില്ല. കോൺഗ്രസ് നേതാക്കൾക്ക് മാത്രമാണ് എന്തെങ്കിലും കിട്ടിയത്. അതവർക്ക് തിരിച്ചറിഞ്ഞു. അവിടെയാണ് BJP വികസനത്തിന്റെ ഓരോ വ്യക്തികളിലേക്കും എത്തുന്ന വികസനത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചത്. ഹൈവേകളും എയർപോർട്ടുകളും സീപോർട്ടുകളും മാത്രമല്ല, ഓരോ വീടുകളിലേക്കും വ്യക്തികളിലേക്കും വരെ എത്തുന്ന രീതിയിലുള്ള വികസനം യാഥാർത്ഥ്യമാക്കി കാണിച്ചപ്പോൾ ജാതി രാഷ്ട്രീയം, മതരാഷ്ട്രീയം എല്ലാം അവസാനിച്ചു. നമ്മൾ നോക്കൂ, ബീഹാറിനെ കുറിച്ച് എപ്പോഴും പറയുന്നത് എന്താണ്? ബീഹാറിലെ ജാതി രാഷ്ട്രീയത്തിന്റെ തലസ്ഥാനമാണ്. അവിടെ ഇന്ന ജാതി, ആ ജാതി, ഈ ജാതി, മൈനോറിറ്റി, മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് ദളിത്, ആദിവാസി, പിന്നോക്ക, ഇതൊക്കെ ആയിരുന്നല്ലോ ഇത്രയും കാലം കേട്ടത്. ഇപ്പോൾ നോക്കൂ, സീമാഞ്ചൽ എന്ന് പറയുന്ന ബീഹാറിലെ പ്രദേശം കേരളത്തിലെ മലപ്പുറം പോലെ മുസ്ലിം പ്രദേശമാണ്. അവിടെയൊക്കെ BJP തൂത്തുവാരിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഭോജ്പൂർ പോലെയുള്ള ദളിത്, ആദിവാസി, പട്ടികജാതി, പട്ടികവർഗ മേഖലകൾ അവിടെ എല്ലാം BJP തൂത്തുവാരിയിരിക്കുകയാണ്. അപ്പോൾ മുസ്ലിങ്ങളുടെ വോട്ട്, ദളിത്, പിന്നോക്ക, പട്ടികജാതി, ആദിവാസി വോട്ട് അടക്കം എല്ലാ വിഭാഗം ജനങ്ങളുടെ വോട്ടും BJPക്ക് JDUവിന് ലഭിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ജാതി രാഷ്ട്രീയത്തെയും മതരാഷ്ട്രീയത്തെയും അപ്രസക്തമാക്കിക്കൊണ്ട് വികസന രാഷ്ട്രീയത്തെ മുന്നോട്ട് വെക്കാനും അത് ജനങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കാനും സാധിച്ചു. അതായത് കോൺഗ്രസ് ആദ്യകാലം മുതൽ ഇന്ന് വരെ പിന്തുടർന്നു വന്ന ജാതിമത രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ചിരിക്കും. പിന്നീട് പുതിയ കാലഘട്ടത്തിൽ രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത്? രാഹുൽ ഗാന്ധി ആദ്യം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറ്റം പറഞ്ഞു, പിന്നെ ഇലക്ഷൻ കമ്മീഷനെ കുറ്റം പറഞ്ഞു, ഇപ്പൊ SIRനെ കുറ്റം പറഞ്ഞു. ഇതൊന്നും വിജയിപ്പിക്കാനോ തെളിയിക്കാനോ അദ്ദേഹത്തിന് സാധിച്ചില്ല. അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി ഇതൊക്കെ കണ്ണിൽ പൊടിയിടിയിലാണ്. ഇങ്ങനെ മനുഷ്യനെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു പാർട്ടിയെയും നേതാവിനെയും ഞങ്ങൾക്ക് വേണ്ട എന്നവർ തീരുമാനിച്ചു. ഒരു കൈയുടെ വിരലിൽ എണ്ണാൻ പോലുമുള്ള സീറ്റുകൾ ഇന്ന് കോൺഗ്രസിന് അവിടെ ഇല്ല. കോൺഗ്രസ് പാർട്ടി ബീഹാറിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു, അപ്രത്യക്ഷമായിരിക്കുന്നു എന്ന് അസന്നിഗ്ധമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതിന്റെ കാരണം തട്ടിപ്പ് രാഷ്ട്രീയമാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ തട്ടിപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് ജനങ്ങൾ പാഠം പഠിച്ച് കോൺഗ്രസിനെ പാഠം പഠിപ്പിച്ചിരിക്കുന്നു. BJPയുടെ വികസന രാഷ്ട്രീയത്തെ തുടരാൻ അനുവദിച്ചിരിക്കുന്നു. 20 കൊല്ലം ഭരിച്ച നിതീഷ് കുമാറിനെ വീണ്ടും 5 കൊല്ലം കൂടെ കൊടുത്തിരിക്കുന്നു. 25 കൊല്ലം ഭരിച്ചോളൂ, ഞങ്ങൾക്ക് സന്തോഷമാണ്. കാരണം ലാലുവിന്റെ ജംഗിൾ രാജ് അവസാനിപ്പിച്ചല്ലോ, അഴിമതി കാലഘട്ടം അവസാനിച്ചല്ലോ. അപ്പോൾ വികസനത്തിലേക്ക് ജനങ്ങൾ മാറിയിരിക്കുന്നു. അതുപോലെ ജാതിമത രാഷ്ട്രീയം ജനങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു. ജനങ്ങളെ ഭിന്നിപ്പിച്ച് അധികാരത്തിലെത്താനുള്ള ലാലുവിന്റെയും അതുപോലെ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും ഒക്കെ കുതന്ത്രങ്ങൾ അതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്ന റിസൾട്ടാണ് ഇപ്പോൾ ബീഹാറിൽ സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തോടെയുള്ള ഒരു വിജയമൊക്കെ വരുമ്പോൾ ഇപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത് ആരാകും ഇനി മുഖ്യമന്ത്രി എന്ന് തന്നെയാണ്. നിതീഷ് ആകുമോ മുഖ്യമന്ത്രി, അതോ BJPക്ക് ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ ഒരു ഒറ്റ കക്ഷിയായി നിൽക്കാനുള്ള ഒരു കെൽപ്പൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിതീഷ് വരുമോ, അതോ മുഖ്യമന്ത്രിയായി നിതീഷ് വരുമോ, അതോ മറ്റാരെങ്കിലും മുന്നിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ? ഇവിടെ BJPക്ക് വ്യക്തമായിട്ടുള്ള ഒരു ആദർശമുണ്ട്. കാരണം BJP എന്ന പാർട്ടിയുടെ ലക്ഷ്യം അധികാരമല്ല. ബാക്കി പല പാർട്ടികൾക്കും ലക്ഷ്യം അധികാരമായിരിക്കും. BJPയുടെ ലക്ഷ്യം അധികാരമല്ല. BJPക്ക് അധികാരം ഒരു മാർഗം മാത്രമാണ്. അധികാരം ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ പരമവൈഭവത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പരിപൂർണമായ വികാസത്തിലേക്കും ലോകത്തിന്റെ 1ാം സ്ഥാനത്തേക്കും എത്തിക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. അതുകൊണ്ട് BJPക്ക് കൂടുതൽ സീറ്റ് ഉണ്ടെങ്കിലും ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പോലും തന്റെ കൂടെയുള്ള ചെറിയ ഘടകകക്ഷികളെ, എണ്ണത്തിൽ കുറവുള്ള കക്ഷികളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് BJPക്ക് യാതൊരു മടിയുമില്ല.
നിതീഷ് കുമാർ തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളത് ഇലക്ഷന് മുമ്പ് തന്നെ BJP അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. BJPക്ക് എത്ര സീറ്റ് കൂടുതൽ കിട്ടിയാലും നിതീഷ് കുമാർ തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി. മഹാരാഷ്ട്രയിലും ഗോവയിലുമൊക്കെ BJP ഇത് തെളിയിച്ചതാണ്. ഇപ്പോൾ ഈ ഒരു കോൺഗ്രസിന്റെ ഒരു പതനത്തിന് കാരണമായിട്ടുള്ള മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് താങ്കൾക്ക് ഇപ്പോൾ പറയാനുള്ളത്? കാരണം ഈ തേജസ്വി യാദവ് പോലുള്ള ഒരു പ്രമുഖനായ ഒരു നേതാവിനപ്പുറത്തേക്ക് മറ്റൊരു പ്രമുഖ നേതാവിനെയും അണിനിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? കാരണം ഇപ്പറേ സൈഡിൽ നിൽക്കുന്നത് നിതീഷ് കുമാർ അടക്കമുള്ളവരാണ്. അത് വളരെ ശരിയാണ്. താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഡൈനാസ്റ്റി പാർട്ടിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു രാജകുടുംബം എന്നുള്ള നിലയിൽ ഒരു കുടുംബത്തിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് യാതൊരു ജനാധിപത്യവും അംഗീകരിക്കാതെ ആ കുടുംബത്തിന്റെ വംശപരമ്പരകളെ മുഴുവൻ നേതാക്കളായിട്ട് അംഗീകരിച്ചു കൊള്ളണമെന്ന് പറഞ്ഞാൽ കാലഘട്ടം കടന്നുപോയി. പഴയ കാലഘട്ടത്തിൽ അതൊക്കെ അംഗീകരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇനിയുള്ള കാലഘട്ടത്തിൽ എന്റെ ഉപ്പപ്പായ്ക്ക് ആനയുണ്ടായിരുന്നെന്നും ആന കയറുന്ന ആളിന്റെ കുണ്ടിയിൽ തഴമ്പുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ആരും അംഗീകരിച്ചു കൊടുക്കുന്ന കാര്യമില്ല. ഇത് ജനാധിപത്യത്തിന്റെ രാജ്യമാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് രാജഭരണ സംവിധാനത്തെ രാജ്യം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് കോൺഗ്രസ് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഭാവി അപകടത്തിലാണ്. ഇനി ഈ ഗാന്ധി കുടുംബത്തെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസ്സുകാർ തയ്യാറാകുമെന്ന് തോന്നില്ല. ഒന്നുകിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള ഗാന്ധി കുടുംബക്കാരെ കോൺഗ്രസ് പുറത്താക്കും, ഇല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി വളരും. ആ കോൺഗ്രസ് പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലുള്ള റിസൾട്ടാണ് ബീഹാറിൽ നിന്ന് വന്നിരിക്കുന്നത്. തൊട്ടു പിന്നാലെ ഇതാ 5 സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് വരികയാണ്. അവിടെ കോൺഗ്രസ് പാർട്ടി ആരെങ്കിലും മൈൻഡ് ചെയ്യാൻ പോകുന്നുണ്ടോ? ഒരിക്കലും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് അതിനു മുമ്പ് കോൺഗ്രസ് തിരുത്തിയാൽ കോൺഗ്രസിന് നല്ലത്. ഇല്ലെങ്കിൽ അടുത്ത 5 നിയമസഭാ ഇലക്ഷനോട് കൂടി കോൺഗ്രസ് പാർട്ടി ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെടും. ശരി, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ജയസൂര്യൻ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും തെരഞ്ഞെടുപ്പ് ചിത്രങ്ങളൊക്കെ വ്യക്തമാകുമ്പോൾ വലിയൊരു ഭൂരിപക്ഷത്തിൽ തന്നെ NDA സർക്കാർ അധികാരത്തിലേക്ക് എത്തുമെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്ന ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളൊരു കാര്യമാണ്. അതിൽ മാത്രമേ ഇനിയൊരു സംശയമുള്ളൂ. കാരണം BJPക്ക് ഒരു ഒറ്റകക്ഷിയെ തുടരാനുള്ളൊരു കെൽപ്പൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ ചൂണ്ടിക്കാട്ടേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ബീഹാറിൽ 20 വർഷമായി നിതീഷ് കുമാർ നയിച്ചു വരികയാണ്. ഈ 20 വർഷമായി ഒരു മാറ്റത്തിനും അവിടുത്തെ ജനത തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അടുത്ത 5 വർഷത്തേക്ക് കൂടെ BJP അല്ലെങ്കിൽ NDA അവിടെ തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെ ഒരു വലിയൊരു നാഴികക്കല്ലിലേക്കാണ് ഈ നിതീഷ് കുമാർ കടക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. 25 വർഷം അങ്ങനെ ഒരു ബീഹാർ പോലുള്ള ഒരു സംസ്ഥാനം ഭരിച്ച ഒരു മുഖ്യമന്ത്രിയായി മാറുകയാണ് ഇപ്പോൾ എന്തായാലും നിതീഷ് കുമാർ ആകുമോ ഇനി മുഖ്യമന്ത്രി എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായുണ്ട്. എന്നാൽ കോൺഗ്രസിന് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് തിരിച്ചടിയായിട്ടുള്ളത് എന്നുള്ളത് ഈ ഒരു ഘട്ടത്തിൽ ചർച്ചയാകുന്നുണ്ട്. ഇനിയൊരു തിരിച്ചുവരവ് അത് കോൺഗ്രസിന് എത്രത്തോളം പ്രാപ്യമാകും എന്നുള്ള കാര്യങ്ങളും ഈ ഒരു ഘട്ടത്തിൽ ചർച്ചയാകേണ്ട കാര്യങ്ങളാണ്. വോട്ട് ചോരി അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണമായി മുന്നോട്ട് പോയെങ്കിൽ പോലും കോൺഗ്രസിന് വേണ്ട രീതിയിലൊരു പിന്തുണ അത് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ലഭിച്ചില്ലേ എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ എന്തായാലും എല്ലാവരും നോക്കിക്കാണുന്നത്. ബീഹാർ ജനത ആർക്കൊപ്പമായിരുന്നു? ബീഹാർ ജനതയുടെ മനസ്സിൽ എന്തായിരുന്നു? എന്തുകൊണ്ടാണ് ഒരു മുന്നണി മാറ്റം പോലും ഇത്രയും വർഷമായിട്ടും ഈ ബീഹാറിലെ ജനത ആവശ്യപ്പെടാതിരിക്കുന്നത് എന്നാണിപ്പോൾ നോക്കുന്നത്. അതിൽ നിന്നും ഈ നിതീഷ് കുമാറിന്റെ ഒരു ഭരണം അത് തന്നെ വീണ്ടും ആവർത്തിക്കണമെന്നുള്ള ഒരു ആഗ്രഹം അത് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഐശ്വര്യ അനിൽ തുടരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഐശ്വര്യ, ഈ നമ്മൾ ഈ കേട്ടതുപോലെ ബീഹാർ ജനത വീണ്ടും ഈ നിതീഷ് കുമാറിലേക്ക് തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഒരു 25ാമത്തെ വർഷത്തിൽ അല്ലെങ്കിൽ 20 വർഷം കഴിഞ്ഞു, അങ്ങനെ അടുത്ത് ഇനിയൊരു 5 വർഷം കൂടെ അങ്ങനെ നീട്ടി നൽകിയിരിക്കുകയാണ് ജനങ്ങൾ നിതീഷ് കുമാറിനായി. തീർച്ചയായും 5 വർഷം കൂടി, അതായത് തുടർച്ചയായി 20 വർഷം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഒരു തവണ കൂടി തെരഞ്ഞെടുക്കപ്പെടുന്നത്, പ്രത്യേകിച്ച് ഇത്രയും പ്രായമായ ഒരു ഘട്ടത്തിൽ പോലും ജനങ്ങൾ മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നിതീഷ് കുമാർ ബീഹാറിന് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ആവർത്തിച്ച് പിന്നെയും ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇക്കുറിയും വീണ്ടും നിതീഷ് തെരഞ്ഞെടുക്കപ്പെട്ടത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ 2005-ൽ ഈ പറഞ്ഞതുപോലെ നിതീഷ് തെരഞ്ഞെടുക്കപ്പെട്ട ആ സമയത്ത്, അതായത് മുഖ്യമന്ത്രിയാകാൻ തെരഞ്ഞെടുക്കപ്പെട്ട ആ സമയം മുതൽ നടപ്പിലാക്കിയ. ശരി ഐശ്വര്യ, ദയവായി തുടരുക. ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും ജിൻഡോ ജോൺ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജിൻഡോ ജോൺ, ഈ കോൺഗ്രസ് ഉയർത്തിയ ഒരു ആരോപണങ്ങളും അത് ജനങ്ങൾ ചെവിക്കൊണ്ടില്ല എന്നതിന്റെ ഒരു ബാക്കി പത്രമാവുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തേക്ക് വരുമ്പോൾ. എക്സിറ്റ് പോൾ പ്രവചനങ്ങളൊക്കെ ഒരു 147 സീറ്റ് മുതൽ 160 സീറ്റ് വരെ ലഭിക്കുമെന്നാണ് NDAക്ക് ലഭിക്കുമെന്നാണ് പ്രവചിച്ചതെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ഈ NDA കടന്നിട്ടുണ്ട്. കോൺഗ്രസ് തകർന്നു തരിപ്പണമായി എന്ന് തന്നെ വേണം പറയാൻ. ഈ RJDയുടെ ബലത്തിൽ മാത്രമാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം തന്നെ നിലനിൽക്കുന്നതെന്ന് ഇവിടെ പറയേണ്ടിയിരിക്കുന്നു.
ഈ തെരഞ്ഞെടുപ്പ് വിജയത്തില് BJP ജയിച്ചു അല്ലെങ്കിൽ NDA ജയിച്ചു എന്നുള്ള അവലോകനങ്ങൾ നടത്തുന്നതിന് മുമ്പ് 65 ലക്ഷം മനുഷ്യരെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത 65 ലക്ഷം മനുഷ്യരെ SIR-ന്റെ പേരിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് നേടിയ ഒരു വിജയമാണ്. അപ്പോ ഈ വിജയം യഥാർത്ഥത്തിലുള്ള വിജയമാണോ എന്ന് സംശയിക്കുന്ന രീതിയിൽ രാജ്യത്തെമ്പാടും പലതരത്തിലുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ വന്നിട്ടുണ്ട്. ഹരിയാന, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശിലെ പോലും നരേന്ദ്രമോദിയുടെ വാരാണസിയിലെ വിജയം പോലും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോൾ SIR-മായി ബന്ധപ്പെട്ട വിഷയങ്ങളും വോട്ടർ പട്ടികയിലെ ക്രമക്കേടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്ഷപാതിത്വപരമായ നിലപാടുകളുമൊക്കെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ ചെല്ലുമ്പോൾ ഇതൊന്നും നോക്കാനായിട്ട് സമയമില്ലാതെ മാറ്റിവെക്കുന്ന കോടതി വിധികൾ വരുന്ന കാലത്ത് ഈ തെരഞ്ഞെടുപ്പ് വിജയം കോൺഗ്രസിനെയല്ല പരാജയപ്പെടുന്നത്, ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തെയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിനുണ്ടായിരുന്ന ഒരു വിശ്വാസ്യതയുണ്ട്. അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം ഇന്ദിരാഗാന്ധി തോറ്റപ്പോൾ പോലും ഇന്ദിരാഗാന്ധിയോ കോൺഗ്രസോ ഒരിക്കൽ പോലും ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ ചോദ്യം ചെയ്തിട്ടില്ല. കോൺഗ്രസ് ഈ രാജ്യത്ത് പലവട്ടം പല സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും ഒക്കെ തോറ്റിട്ടുണ്ട്. അന്നൊന്നും ഒരാളും സംശയം ഉന്നയിച്ചിട്ടില്ല. ഇന്ന് ഈ രാജ്യത്ത് നടക്കുന്ന മുഴുവൻ തെരഞ്ഞെടുപ്പുകളും സംശയത്തിന്റെ നിഴലിലാകുന്നു. മുഖ്യ ഭരണാധികാരി പോലും കള്ളയൊപ്പിട്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന കാഴ്ച നമ്മൾ ചണ്ഡീഗഡിൽ നിന്ന് കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ ഞാൻ കോൺഗ്രസിന്റെ പരാജയമോ തേജസ്വി യാദവിന്റെ RJDയും പരാജയമായി കാണുന്നില്ല, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പരാജയമായിട്ടാണ്. യാഥാർത്ഥ്യങ്ങളെ കാണാതെ നരേന്ദ്രമോദി ഇത്തരത്തിൽ നേടുന്ന വ്യാജ ഡിഗ്രിയുടെ അല്ലെങ്കിൽ മോഷ്ടിച്ചെടുത്ത ജനാധിപത്യത്തിന്റെ മാത്രം ബലത്തിൽ നെയ്നിങ്ങടിക്കുന്ന നരേന്ദ്രമോദിയുടെ BJPയുടെ ഇലക്ഷൻ കമ്മീഷന്റെ സഖ്യ സർക്കാരിൽ നേടുന്ന തുടർഭരണം, ആ തുടർഭരണം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ജനവിധിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതായത് ഈ ഒരു തെരഞ്ഞെടുപ്പിലും എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരു സംശയം അക്കാര്യത്തിലില്ല. കാരണം വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട വിഷയം ഉന്നയിച്ചുകൊണ്ട് ബീഹാറിലെമ്പാടും തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും നടത്തിയ വോട്ടധികാർ യാത്രയിൽ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് അണിനിരുന്നത്. ഇന്ത്യയിൽ മുമ്പെങ്ങും ഇല്ലാത്ത വിധം ചെറുപ്പക്കാരാൽ സമ്പന്നമായ രാഷ്ട്രീയ റാലികൾക്ക് സാക്ഷ്യം വഹിച്ച ബീഹാറിൽ ഇങ്ങനെ ഒരു ജനവിധി വന്നാൽ പോരാ. അതുകൊണ്ടാണ് ഞാൻ സംശയിക്കുന്നത്. അത് മാത്രമല്ല, ഇതിനുശേഷവും BJPയുടെ സിറ്റിംഗ് MLA പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ വോട്ട് കള്ളൻ എന്ന് ആക്ഷേപിച്ചുകൊണ്ട് ജനക്കൂട്ടം അയാൾക്കെതിരെ പാഞ്ഞെടുക്കുന്ന കാഴ്ച ഉണ്ടാകുന്നു. ആ പോളിംഗ് ബൂത്തിൽ നിന്ന് ആട്ടിപ്പായിക്കുന്ന കാഴ്ച ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു നാട്ടിൽ BJPക്ക് മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടെ BJPയും നിതീഷ് കുമാറും അധികാരത്തിലെത്തി എന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ വിജയമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇത് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിവിധ സംസ്ഥാനങ്ങളിലെ ജനവിധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇഴകേറി പരിശോധിച്ചുകൊണ്ട് വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട ആക്ഷേപം ഉന്നയിച്ചിട്ട് ഇതുവരെ കൃത്യമായ ഒരു ഉത്തരം നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചിട്ടില്ല. രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് പറ്റിയിട്ടില്ല. ഏറ്റവും അവസാനം തൃശൂരിൽ സുരേഷ് ഗോപിക്ക് ഇരട്ട വോട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ ഡ്രൈവർ കള്ളവോട്ടാണ് ചേർത്തതെന്നുള്ള ആരോപണം വന്നിട്ട് അതിനെ യഥാർത്ഥത്തിൽ അഡ്രസ് ചെയ്യാൻ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? രാജ്യത്തെമ്പാടുമുള്ള തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ വലിയ രീതിയിൽ സംശയത്തോടെയാണ് ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ളതായി ഞാൻ കാണുന്നത്. തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ച കാര്യം വ്യക്തമാണ്. പക്ഷേ ഈ ശശി തരൂരിന്റെ വാക്കുകളും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. കാരണം ഈ ബീഹാർ തെരഞ്ഞെടുപ്പിലെ പരാജയ കാരണം പഠിക്കാൻ പാർട്ടിക്ക് ഉത്തരവാദിത്വമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതും ശരിയല്ലേ? ഈ ഈ അട്ടിമറി ആരോപണം നമ്മൾ ഉന്നയിക്കുമ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും ഈ പരാജയ കാരണം കൂടെ പഠിച്ച് കൂടുതൽ ശക്തമായി മുന്നോട്ട് വരാനുള്ള കാര്യങ്ങൾ കൂടെ നോക്കേണ്ടതില്ലേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം? തീർച്ചയായിട്ടും പരാജയ കാരണങ്ങളെ കുറിച്ചിട്ട് ഞങ്ങൾ മുൻപും പഠിച്ചിട്ടുണ്ട്, ഇപ്പോഴും പഠിക്കും, ഇനിയോ വന്നിട്ടുള്ള ഈ പരാജയത്തെയും പഠിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഈ പരാജയം കോൺഗ്രസിന്റെയോ തേജസ്വി യാദവിന്റെയോ RJDയുടെ മാത്രമല്ല. ഈ പരാജയം യഥാർത്ഥത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള ഇന്ത്യക്കാരുടെ ജനഹിതത്തിനേറ്റ പരാജയമാണ്. യഥാർത്ഥത്തിലുള്ള ജനവിധിയായിട്ട് ഇതിനെ കാണുന്നില്ല. അതുകൊണ്ട് ഇതിനെ കൃത്യമായിട്ട് ഇഴകേറി പരിശോധിക്കും. പക്ഷെ ശശി തരൂർ അങ്ങനെ പറയുമ്പോൾ ശശി തരൂരിന്റെ ഭൂരിപക്ഷം എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് കുറഞ്ഞതെന്നുകൂടി അദ്ദേഹം പരിശോധിക്കേണ്ടതാണ്. രാജ്യത്ത് ഇത്രയും വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച് മുഖ്യ പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള കോൺഗ്രസ് സംഘപരിവാറിനെതിരെ പോരാട്ടം നടത്തുമ്പോൾ ഈ ചേരിയിൽ നിന്നുകൊണ്ട് മറുചേരിക്ക് വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്ന പരിപാടി അദ്ദേഹം നിർത്തണം. ഈ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണ പരിപാടികളിൽ അദ്ദേഹം എത്രത്തോളം ഇടപെട്ടു എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ശശി തരൂർ കോൺഗ്രസിൽ നടത്തുന്ന അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണെന്ന് കൃത്യമായി കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായിരുന്നു കൊണ്ട് നടത്തേണ്ട പ്രതികരണമല്ല അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇരിക്കുന്ന സ്ഥാനത്തിനോട് വില കൽപ്പിച്ചുകൊണ്ടുള്ള അഭിപ്രായമല്ല നടത്തുന്നത്. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എന്തുകൊണ്ട് കുറഞ്ഞു എന്നുകൂടി വിലയിരുത്തേണ്ടതാണ്. ശരി, വളരെയധികം നന്ദി ജിൻഡോ ജോൺ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഈ ഒരു ശശി തരൂരിന്റെ പ്രതികരണം കൂടെ കണ്ടുവരാം. ബീഹാർ തെരഞ്ഞെടുപ്പിലെ പരാജയ കാരണം പഠിക്കാൻ പാർട്ടിക്ക് ഉത്തരവാദിത്വമുണ്ടെന്നാണ് ശശി തരൂർ പറയുന്നത്. എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് പരിശോധിക്കണം. പ്രചരണത്തിൽ നേരിട്ട് പങ്കാളികളായവർ കാരണങ്ങൾ വിശദീകരിക്കണമെന്നും തരൂർ പ്രതികരിച്ചിട്ടുണ്ട്. The women voters were certainly given some incentives just before the code of conduct.
Whether we like it or not, unfortunately, that is legal under our laws. It's from the day of the announcement of the elections that you can no longer do that. I'm afraid this is not the first time that we have seen state governments doing such things of giving benefits to certain segments of society. So this is not, unfortunately, unusual. I can't say it's a healthy practice. I don't think it's a healthy practice, but we saw something quite similar in Maharashtra as well, and we've seen it in other states in the past. There is a tendency to give some of these rewards just before an election. And we have to look at whether such things are reasonable. At the same time, we can't stop governments from doing their job until the election is the model code of conduct comes into force. So it's not easy to find a simple solution. But anyway, let's analyze the results in detail. I think that ultimately those who were directly involved in the campaign, I unfortunately wasn't there and I wasn't invited to campaign in Bihar, so I can't tell you much myself from personal experience. All I can say is those who were involved will certainly study it, I'm sure, in greater depth. രാഷ്ട്രീയ നിരീക്ഷകനായ ഡോക്ടർ ഫസൽ ഗഫൂർ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഫസൽ ഗഫൂർ, അതായത് ഈ തെരഞ്ഞെടുപ്പ് ബീഹാർ ജനത വീണ്ടും വിധി എഴുതുമ്പോൾ NDA സർക്കാരാണ് അവിടെ വീണ്ടും അധികാരത്തിലേക്ക് എത്താൻ പോകുന്നത്. BJPക്ക് വലിയ ഭൂരിപക്ഷം തന്നെ അവിടെ ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ കൂടുതൽ സീറ്റുകളും ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ എവിടെയാണ് കോൺഗ്രസിന് പാളിയതും എവിടെയാണ് NDAക്ക് കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത്? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് തുടക്കത്തിലേ പാളിപ്പോയിട്ടുണ്ട്. അതെപ്പോഴാന്ന് വെച്ചാല് നിതീഷ് കുമാർ മഹാഗഠബന്ധനിൽ ജോയിൻ ചെയ്യുന്നു. അങ്ങനെയാണ് മഹാഗഠബന്ധൻ എന്ന് പേര് തന്നെ വരുന്നത്. അദ്ദേഹം ഓടി നടന്ന് ഇന്ത്യ അലയൻസ് ഉണ്ടാക്കാനായി ബുദ്ധിമുട്ടി പല മുഖ്യമന്ത്രിമാരെ സംഘടിപ്പിക്കുന്നു. അപ്പൊ അദ്ദേഹം കൺവീനറായിട്ട് നിൽക്കുകയാണ്. ആ നിതീഷ് കുമാറിനെ ഇന്ത്യ അലയൻസിന്റെ നാഷണൽ കൺവീനറായിട്ട് തുടരുന്നെങ്കിൽ മഹാഗഠബന്ധന്റെ ബീഹാർ ഗവൺമെന്റ് നിന്നേനെ 30 MPമാര് ഇപ്പുറത്തെ ഭാഗത്ത് വീണേനെ. കഴിഞ്ഞ തവണ തന്നെ ഈ ഭരണം BJP ഭരണം ഉണ്ടാവില്ല. അതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ളത്. അത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആണ്. അതിനുശേഷം കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്യുന്നു വെച്ചാൽ കഴിഞ്ഞ ഇലക്ഷനിൽ അവിടെ ബൂത്ത് മാനേജ് ചെയ്യാൻ തന്നെ ആൾക്കാരില്ലാത്തൊരു പാർട്ടിയാണത്. കാരണം ഞാനവിടെ ഒക്കെ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. പ്രത്യേകിച്ച് എമർജൻസി കാലഘട്ടത്തിലോ അല്ലാതെയൊക്കെ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് എനിക്കതിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി അറിയാവുന്നതാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 70 സീറ്റ് ആവശ്യപ്പെടുന്നു. 70 സീറ്റ് ആവശ്യപ്പെട്ട പാർട്ടിക്ക് കിട്ടുന്ന സീറ്റ് ആരാന്ന് മനസ്സിലാക്കണം ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പൊ അവിടെ അനാവശ്യമായിട്ട് കഴിഞ്ഞ തവണ കോൺഗ്രസ് തോക്കാനായിട്ടുള്ള കാരണം ഒന്ന് ഇത്. ഇത്തവണ അതിനേക്കാളും ഉപരി അത് കൂടുതൽ സീറ്റില്ല, സീറ്റ് കുറവാണ് ആവശ്യപ്പെട്ടെങ്കിലും ഫ്രണ്ട്ലി കണ്ടസ്റ്റ്, അതായത് സൗഹാർദ്ദ മത്സരങ്ങൾ നടത്തിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കുന്നു. അതേസമയം NDA സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു അലയൻസ് ഉണ്ടാക്കിക്കൊണ്ട് കൃത്യമായ സീറ്റുകൾ നൽകിക്കൊണ്ട് കൃത്യമായി സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തിക്കൊണ്ട് ആണ് ഇലക്ഷൻ നടത്തിയിട്ടുള്ളത്. അപ്പോ ആ നിലക്ക് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ഈ അതിനെ പറ്റിയിട്ട് ഇനി വോട്ട് കട്ട് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അത് എന്താണ് പറയുക വോട്ട് ചോരി ഉണ്ടോ ഇല്ല അതെനിക്കിപ്പോ പറയാൻ പറ്റില്ല. കാരണം ആരോപണമാണ്. ചിലപ്പോൾ അത് തെളിഞ്ഞേക്കാം. തെളിഞ്ഞു പോവുകയാണ് ഈ ഇലക്ഷനിലെ റദ്ദാക്കി പോകും. അത് വേറെ വിഷയം. അതിലോട്ടല്ല നമ്മളിപ്പോ കടക്കുന്നത്. നമ്മൾ കടക്കുന്നതിന്റെ കാര്യം എന്താണ് സോഷ്യൽ എഞ്ചിനീയറിംഗിൽ ഇവരൊരു പരാജയമാണ്. കാരണം ഇപ്പൊ തന്നെ നമ്മൾ കാണുന്ന എന്താണെന്ന് വെച്ചാൽ ഇവര് വലിയ പ്രതീക്ഷ വിചാരിച്ചിരുന്ന എക്സ്ട്രീംലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിൽ നിന്നുള്ള നമ്മുടെ മുക്കുവരുടെ പാർട്ടിയായിട്ടുള്ള വികാസ്ശീലൻ പാർട്ടി VIP പാർട്ടി, ആ പാർട്ടിയുടെ മറ്റേ കുറെ സീറ്റുകൾ കൊടുത്തുകൊണ്ട് ഈ ഏറ്റവും പിന്നോക്ക പാർട്ടികളെ സംഘടിപ്പിക്കാമെന്ന് വിചാരിച്ചില്ല. അത് വിജയിച്ചില്ല എന്ന് മാത്രമല്ല MYD എന്നാണ് ആദ്യം ഇതിനെ പറഞ്ഞിരുന്നത്. മുസ്ലിം യാദവ് ദളിത്. ആദ്യം ദളിതുകൾ വിട്ടുപോയി, പിന്നെ യാദവ് മുസ്ലിം മാത്രമായി. ഇത് ഇത്തവണ കാണിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ ഏറ്റവും അധികം സീറ്റ് യാദവർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോ മൂന്നാമത് വന്നിരിക്കുന്ന വിഷയം മുസ്ലിം നിയോജക മണ്ഡലങ്ങളിൽ അവിടെ വോട്ട് കട്ടറായിട്ട് മനസ്സിലല്ലേ, അത് ഭാരതീയ ജനതാ പാർട്ടി നിയോഗിച്ചതാണോ അല്ലയോ അതോ ദുരുദ്ദേശപരമായിട്ട് നമ്മൾ സലാഹുദ്ദീൻ ചെയ്യുന്ന എന്തായാലും ഏറ്റവും വലിയ വിഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വർഗീയ വിഷമാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ല. ഞാൻ ഹൈദരാബാദിലും പഠിച്ചിട്ടുണ്ട്. 3 കൊല്ലം MD ഞാൻ അവിടെയാണ് ചെയ്തത്. ഈ മെഡിക്കൽ കോളേജ് നിൽക്കുന്ന സലാഹുദ്ദീന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്. ഏറ്റവും വർഗീയമായി സംസാരിക്കുന്ന വ്യക്തിയായിട്ടുള്ള സലാഹുദ്ദീന്റെ 5 കാൻഡിഡേറ്റ് കഴിഞ്ഞ തവണ ജയിച്ചു.
അത് 4 പേര് RJDയിലോട്ട് കൂറുമാറി ഇത്തവണ 5 പേര് ജയിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം സീമാഞ്ചൽ പ്രദേശത്തിലെ സീറ്റുകൾ നഷ്ടപ്പെടാനുള്ള കാരണം ഈ വോട്ട് കട്ടിംഗ് ആണ് എന്നുള്ളതാണ്. ഇനി ഇതിലെല്ലാം ഉപരിയായിട്ട് ഞാനിപ്പോ ശശി തരൂർ സംസാരിക്കുന്നത് കേട്ട് അദ്ദേഹം പറഞ്ഞ മാതിരി ഇതൊരു വൈകല്യമാണ് നമ്മുടെ രാഷ്ട്രീയത്തിലെ. അത് തുടങ്ങിയത് BJP കോൺഗ്രസ് എന്നല്ലത് തുടങ്ങിയത് ദ്രാവിഡ പാർട്ടികളാണ്. ഇലക്ഷൻ AC കൊടുക്കുക, വാഷിംഗ് മെഷീൻ കൊടുക്കുക, ഇങ്ങനെയുള്ള പ്രോമിസുകൾ കൊടുത്തുകൊണ്ടൊക്കെ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് സ്വാധീനിക്കുക. അപ്പൊ 10,000 രൂപ ഓരോരുത്തർക്കും കൊടുക്കുക, അവിടുത്തെ സ്ത്രീകൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വോട്ടിങ്ങിനെ സ്വാധീനിച്ചു കാണും. പ്രത്യേകിച്ച് കൂടുതൽ സ്ത്രീകളാണ് അവിടെ വോട്ടറായിട്ടുള്ള. കാരണം പുരുഷന്മാർ കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലിക്ക് പോയിരിക്കുകയാണ്, ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ നിലക്ക് തീർച്ചയായിട്ടും ഇതൊരു പൊളിറ്റിക്കൽ ഫെയിലിയർ ആണെന്ന് കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. മൂന്നാമതൊരു കാര്യം കൂടെ, നമ്മുടെ വോട്ട് ചോരി എന്ന് പറയുന്നത്, വോട്ട് ചോരി ഒരു വെറുതെ നമ്മളത് വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ട് അതുണ്ടെങ്കിൽ അത് നമ്മൾ പ്രസ് കോൺഫറൻസ് വിളിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. അതൊരു തെരുവിലൊരു അജിറ്റേഷനായിട്ട് അതൊരു ഒരു ഒരു പ്രശ്നം ഇതായിട്ട് ഉന്നയിച്ചുകൊണ്ട് അത് റോട്ടിൽ തീരുമാനിക്കുന്ന ഒരു മാറ്ററാണ്. കാരണം ഞാൻ പറയാൻ കാരണം ബീഹാറിൽ ഞാൻ സാക്ഷിയായിരുന്നു. നമ്മുടെ ജയപ്രകാശ് നാരായണന്റെ നമ്മുടെ സമ്പൂർണ്ണ വിപ്ലവ കാലഘട്ടത്തിൽ അന്ന് ജയപ്രകാശും അനുയായികളും അതിൽ ഇന്നത്തെ RJD ഉണ്ട്, JDU ഉണ്ട്, BJP ഒരുമിച്ചാണ് ഇവര് കോൺഗ്രസിനെതിരായിട്ട് കോൺഗ്രസ് ഗവൺമെന്റിനെ സ്തംഭിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധിയെ കൊണ്ട് അവിഹിച്ച് വരുത്തിച്ചു. അങ്ങനത്തെ ഒന്നും നടക്കുന്നില്ല. പ്രസ് കോൺഫറൻസ് നടത്തുന്നു, വോട്ട് ചോരി ഉണ്ടെന്ന് പറയുന്നു, പിന്നെ കാണുന്നില്ല, പിന്നെ വേറെ എവിടെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അത്തരത്തിലൊന്നും ബീഹാർ മാതിരിയുള്ള ഒരു ഗ്രാമീണമായിട്ടുള്ള ഒരു സംസ്ഥാനത്ത് നമ്മൾ ഇങ്ങനെയല്ല ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ കണ്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. വലിയ രീതിയിൽ തന്നെ കോൺഗ്രസ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞു എന്ന് തന്നെ നമ്മളിവിടെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്രത്തോളം ഒരു RJDയുടെ ഒരു ബലം കൊണ്ട് മാത്രമാണ് ഇന്ത്യ സഖ്യം നിലനിന്ന് പോയത്. കോൺഗ്രസിന് ഒന്നും തന്നെ ഇതിൽ നേടാനായിട്ടില്ല. ഒരു ഒറ്റ സംഖ്യയിലേക്ക് മാത്രമായി കോൺഗ്രസ് ചുരുങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ളതിൽ പ്രധാനമാണ്. ഒരു തിരിച്ചുവരവ് അതിന് എത്രത്തോളം ഉണ്ട്? കാരണം നമുക്കറിയാം ഇനിയും തെരഞ്ഞെടുപ്പുകളൊക്കെ വരാനിരിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെയും ഇനി കോൺഗ്രസിനെ ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് ബാധിക്കില്ലേ? ബീഹാറിൽ ഞാൻ പറയാം, ബീഹാറിൽ ആദ്യ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് സവർണകൾ പാർട്ടിയായിരുന്നു. അതായത് കായസ്ഥ, ഭൂമിഹാർ, രാജ്പുട്ട്, മനസ്സിലായില്ലേ, ഈ 3-4 വിഭാഗങ്ങൾ, ബ്രാഹ്മൺ, ഇവരുടെ ആയിരുന്നു പാർട്ടി. അവരുടെ മുഖ്യമന്ത്രിമാരിൽ എന്റെ ഓർമ്മ 10 മുഖ്യമന്ത്രിമാരുണ്ടായാലും 16-15 മുഖ്യമന്ത്രി ഇവരുടെ കൂട്ടത്തിൽപ്പെട്ടാണ്. ഇവരുടെ ഏറ്റവും വലിയ പരാജയം എന്താണെന്ന് വെച്ചാൽ ബീഹാറിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടു. അത് കേന്ദ്ര തലത്തിലാണ് പരാജയപ്പെട്ടത്. പരാജയപ്പെടാൻ കാരണം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവന്ന ജനതാ പാർട്ടിയാണ്. ഈ ജനതാ പാർട്ടി ഇവരെല്ലാവരും ഒരുമിച്ചാണ്. RJD, JDU, BJP അന്ന് ഒരുമിച്ചാണ്. അവർ കൊണ്ടുവന്നതാണ് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് അവരുടെ മണ്ഡൽ കമ്മീഷൻ. ആ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് 10 കൊല്ലം നടപ്പാക്കിയില്ലാന്നേ. 10 കൊല്ലം അത് നടപ്പാക്കാതിരുന്നിട്ട് രാഹുൽ ഗാന്ധിയുടെ കാലഘട്ടത്തിലും അത് നടപ്പാക്കിയില്ല. അതിനുശേഷം വന്നിട്ടുള്ള VP സിംഗ് ആണ് നടപ്പാക്കിയത്. അതോടുകൂടി VP സിംഗ് നടപ്പാക്കിയതോട് 2 പ്രതിഭകൾ ഉയർന്നു വരുന്നു. ആ 2 പ്രതിഭകളാണ് ഈ മണ്ഡൽ പ്രതിഭകളായിട്ടുള്ള നമ്മുടെ ലാലു പ്രസാദ് യാദവും പിന്നെ നിതീഷ് കുമാറും. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞു സവർണ മുഖ്യമന്ത്രിമാരെ പറ്റി. അതിനുശേഷം ബീഹാറിന്റെ ചരിത്രത്തിൽ ഒരു പിന്നോക്കക്കാരനല്ലാതെ അവിടെ മുഖ്യമന്ത്രി ആയിട്ടില്ല. അതിന്റെ അർത്ഥം ഇന്ത്യയിലെ പിന്നോക്ക രാഷ്ട്രീയത്തിന്റെ 2 വലിയ നെടുന്തൂണുകളാണ് ഉള്ള സംസ്ഥാനങ്ങളിൽ. ഒന്ന് തമിഴ്നാട്, ഒന്ന് നമ്മുടെ ബീഹാർ. ഈ 2 സ്ഥലങ്ങളിലും പിന്നോക്ക മുഖ്യമന്ത്രിമാരെ കഴിഞ്ഞ 50 വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ളൂ. തമിഴ്നാടിന് അതിന് മുമ്പ് അങ്ങനെ തന്നെ. അപ്പൊ ആ നിലക്ക് സോഷ്യൽ എഞ്ചിനീയറിംഗിൽ കൂടെ വലിയൊരു പരാജയം വന്നുകൊണ്ട് കോൺഗ്രസിനോട് തിരിച്ചറിവിന് സാധ്യതയില്ല. അവിടുത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടി എന്നുള്ളത് RJD തുടരും. കാരണം RJDയുടെ ബേസ് എപ്പോഴും ഇൻടാക്ട് ആയിട്ട് നിൽക്കുകയാണ് എന്നാണ് എന്റെ അഭിപ്രായം. വളരെയധികം നന്ദി ശ്രീ ഫസൽ ഗഫൂർ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വരുമ്പോൾ വലിയ ഒരു ഭൂരിപക്ഷത്തിൽ തന്നെ NDA വീണ്ടും അധികാരത്തിലേക്ക് എത്താൻ പോവുകയാണ്. കേവല ഭൂരിപക്ഷത്തിലേക്ക് മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് എന്നുള്ളത് പറയാതെ വയ്യ. തകർന്നടിഞ്ഞു, അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. RJDയുടെ ഒരു ബലം കൊണ്ട് മാത്രമാണ് ഇന്ത്യ സഖ്യം അവിടെ ഇപ്പോൾ നിലനിന്ന് പോകുന്നത്. എന്തായാലും ഈ എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതിനപ്പുറത്തേക്ക് ഇന്ത്യ സഖ്യം തകരുകയും മാത്രമല്ല അതിനപ്പുറത്തേക്ക് വലിയൊരു വിജയം അത് NDAക്ക് ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്.